ഞങ്ങളിപ്പം ആകെ 3 വ്ളോഗേ ചെയ്തുള്ളൂ. പക്ഷേ ഇതിലിപ്പോൾ ഏറ്റവും റിസ്ക് പിടിച്ച വ്ളോഗാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ പാങ്ങോംപാറയിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇത് നല്ലൊരു കയറ്റമുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അധികം ആരും വരാത്തൊരു സ്ഥലമാണ് ഗായ്സ്. നല്ലൊരു വഴിയൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാരുടെ ഞങ്ങൾ ചോദിച്ചപ്പം ഈ വഴി ഇങ്ങനെ കയറി മേളിൽ പോകണമെന്നാണ് പറഞ്ഞത്. കൊടും കാടാണ് ഗായ്സ്. സോ ബാക്കി നമുക്ക് പോകുന്ന വഴിക്ക് പറയാം. അതെ, മലമ്പാമ്പൊക്കെ ഉണ്ട്. അതെ, മലമ്പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് കയറുവാണ്. ബാക്കി നമുക്ക് പോകുന്ന വഴിക്ക് പറയാം. ഗൈസ്, ഞങ്ങളിതാ ഈ കാട് വഴി കയറി പോവാണ്. അപ്പോൾ കഴിഞ്ഞ വട്ടം ഞങ്ങൾ അന്ന് കയറാൻ പറ്റിയില്ലായിരുന്നു, സന്ധ്യ ആയതുകൊണ്ട്. അന്ന് ഒരു പാലം വഴിയായിരുന്നു വന്നത്. ഇന്ന് ഞങ്ങൾ വേറൊരു വഴിയാണ് വന്നത്, ഒരു നല്ലൊരു വഴിയാണ് വന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ആ പാലത്തിന് താഴെ കനാലൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഗൈസ്, ഇവിടുത്തെ വഴി വല്ലാത്ത വഴിയാണ്. ഉണ്ടോ ഗൈസ്? കാടെന്ന് പറഞ്ഞാൽ കൊടും കാട്. നോക്കിയേ, കണ്ടില്ലേ? ചുറ്റും കാടാണ് ഗൈസ്. ഞങ്ങളിതാ നടന്ന് പോവാണ്. നടക്കാതെ ടാക്സി എടുക്കാൻ പറ്റുമോ? എന്താണ് ഗൈസ്? ഗൈസ്, ഇവിടെ നിന്നുകൊണ്ടൊരു പാറ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ നട്ടുച്ച സമയത്താണ് ഗൈസ് വന്നത്. ഞങ്ങൾ തിരഞ്ഞെടുത്ത സമയം തെറ്റിപ്പോയി ഗൈസ്. ഇവിടെ ഒരു ചെറിയ പാറ അടുത്ത് എത്തിയിട്ടുണ്ട്. പാങ്ങോംപാറ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പം കയറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഞങ്ങൾക്ക് പറഞ്ഞൂടാ പാങ്ങോംപാറ എവിടെയാണ്. ഗൈസ്, കണ്ടോ ഗൈസ്? കൊടും കാടാണ്, കൊടും കാട്. ഇതൊക്കെ ശരിക്കും ഒരു എൻട്രി പോയിൻ്റ് ഒന്നും ഇല്ല ഗൈസ്. കാരണം ഈ കാട്ടിൽ കൂടെ കയറിയിട്ട് വേണം ഈ പാറയിലോട്ടത്. അപ്പോൾ ഏത് വഴി കൂടെ നിങ്ങൾക്ക് കയറാം. ഞങ്ങൾ ശരിക്കും ബാക്ക് വഴിയാണ് ഇപ്പോൾ കയറിയേക്കുന്നത്. ഗൈസ്, ഇവിടെ സൈഡിൽ മൊത്തം റബ്ബർ മരങ്ങളുണ്ട് ഗൈസ്. ഞങ്ങളിപ്പം ആകെ 3 വ്ളോഗേ ചെയ്തുള്ളൂ. പക്ഷേ ഇതിലിപ്പോൾ ഏറ്റവും റിസ്ക് പിടിച്ച വ്ളോഗാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്തോ ആ മേളിൽ കാണുന്നതാണ് പാങ്ങോൻ പാറ. അപ്പോൾ അവിടം വരെ എത്തുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ നല്ല പാറയുടെ മുകളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നപ്പോഴത്തേക്ക് ഒരു ആൻറ്റിയെ കണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞ് ഇവിടെ ഇന്നലെ, അതായത് കഴിഞ്ഞ ആഴ്ച ഒരു മലമ്പാമ്പിന് ഫോറസ്റ്റുകാരെന്ന് പിടിച്ചുകൊണ്ട് വരുന്ന അറിഞ്ഞായിരുന്നു. അതുപോലെ തന്നെ മലമ്പാമ്പിന് ശല്യമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി പേടിച്ചൊക്കെ ഈ കാട് കയറി വന്നത്. അത്രയും വിജനമായിട്ടുള്ളൊരു കാടാണ് ഗൈസ്. എന്നിട്ട് പാമ്പിനെ പോലും ചേല പോലും കണ്ടിട്ടില്ല. അല്ല, ഇതുവരെ ഒന്നിനെയും കണ്ടിട്ടില്ല. അങ്ങോട്ട് പോകുമ്പോൾ എന്തോന്ന് അറിഞ്ഞൂടാ. അതെ. ഞങ്ങളിപ്പോൾ താണ്ടേ ഇപ്പം മല കയറി അങ്ങ് മേളിലെത്തിയിട്ടുണ്ട്. താഴെ ഞങ്ങൾ ഒരു ആൻറ്റിയെ കണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം ആൻറ്റി പറഞ്ഞാൽ ഒരു ഗുഹ എങ്ങാണ്ടുണ്ടെന്ന്. പക്ഷേ ഇതുവരെ ഗുഹ കണ്ടെത്തിയിട്ടില്ല. അതെ, ആ ഗുഹയിൽ പ്രാചീന കാലത്ത് ഏതോ സൈന്യമൊക്കെ ഒളിച്ചിരുന്നെന്നൊക്കെയാണ് പറയുന്നത്. അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല, ഒരു പറഞ്ഞ അറിവാണ്. ഞങ്ങളിപ്പോഴേ ഇപ്പം ഞങ്ങൾ അഞ്ജലിയിൽ നിന്ന് ഏതാണ്ട് 2 സ്ഥലത്ത് 2 സ്പോട്ട് ചെന്നിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഒലിയേരി വെള്ളച്ചാട്ടമാണ്. ഞങ്ങൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇതിനെക്കാട്ടും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഒലിയേരി വെള്ളച്ചാട്ടമാണ്. കാരണം നല്ല നല്ല തണുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതെ, പിന്നെ ഈ പാങ്ങോംപാറ എന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ്. പിന്നെ വഴിയൊന്നുമില്ല, കാര്യം ഫുള്ള് കാടാണ് ചുറ്റും. അപ്പോൾ ആ കാട്ടിലൂടെയൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വഴിയെ കണ്ടുപിടിച്ച് ഈ പാറകളിലൊക്കെ വരിക എന്നുള്ളതേ ഉള്ളൂ. സോ കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ ഫാമിലിക്കൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ എന്താ പറയുക, നല്ലൊരു ആംബിയൻസാണ് ഇവിടെ. ഇങ്ങനെ ആരുടെയും ബഹളങ്ങളോ ഒന്നുമില്ല.
പിന്നെ ഫോണിനൊക്കെ അത്യാവശ്യം റേഞ്ചേ ഉള്ളൂ, അതൊക്കെ ഒരു കുഴപ്പമാണ്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് നിങ്ങൾ വരിക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.